ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ജോർജിയയിലെ ഫസ്റ്റ് ഡേ ആട്ടോ. നമ്മൾ 2-3 മണിക്കൂർ ഉറങ്ങി എണീറ്റ് ഫ്രഷായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഏകദേശം 10:30 ആയിട്ടുണ്ട്. 11 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഈ ഒരു സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ വലിയ തണുപ്പില്ല കേട്ടോ. ഈ ഉള്ളിൽ നമ്മൾ ഹീറ്റർ അവർ ഇട്ടുകൊണ്ട് തണുപ്പ് നമുക്ക് അറിയുന്നില്ല. പുറത്ത് നല്ല തണുപ്പാണ്. ഞാൻ വിൻഡോയിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ആ പഫ് ടൈപ്പ് ജാക്കറ്റ് ഇട്ടിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പുറത്തിറങ്ങിയാലറിയും. തണുപ്പ് മാത്രമല്ല, നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയാലേ എന്താണ് തണുപ്പെന്ന് അറിയാൻ പറ്റും. 7 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ കാണിക്കുന്ന നിലവിൽ. 7 ഡിഗ്രിയാണ് കാണിക്കുന്നത്. 7 ഡിഗ്രി ഒന്നും ഇതുവരെ തണുപ്പ്. നമ്മൾ ദുബായിൽ എത്രയാണ് ലാസ്റ്റ് പോക്ക് തണുപ്പ്? 14-10 ഉള്ളിലായിരിക്കും. അപ്പോൾ ആ തണുപ്പ് തന്നെ വലിയ തണുപ്പ്. ഞാൻ ലാസ്റ്റ് ടൈം ക്യാമ്പിങ്ങിന് പോയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല, തണുപ്പ് അതുപോലെ. ഇതിന് നടുവിലടങ്ങ് ഓക്കെ. അപ്പോൾ പുറത്ത് പോയാലും എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. കുറച്ച് ടൈമായപ്പോൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇനി അടുത്ത വിശേഷം ഉണ്ടായാലും പോകുന്ന വഴി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുമ്പോൾ ഞാൻ. അപ്പം നെക്സ്റ്റ് റൂമിലോട്ട് പോകാം. ഇനി നമുക്ക് റൂമിൽ പോവാം. ഞാൻ നമ്മളെ റൂം കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇപ്പം മിസ്സായിട്ടായിരിക്കുള്ളത്. ഒന്നാമത് വന്നിട്ട് അങ്ങനെ ലഗേജ് ഇട്ടതല്ല, ലഗേജും വെച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ മെയിൻ ജോർജിയ എന്ന് പറയുന്നത് വൈനിൻ്റെ ഇതാണല്ലേ. വൈന് നല്ല വൈന് കിട്ടുമെന്ന് പറയുന്ന ആക്കാം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. അതുകൊണ്ട് എല്ലാ സ്ഥലത്ത് പോയാലും വൈൻ ഇങ്ങനെ വെച്ചിട്ട് കാണാം. ഈ റെസ്റ്റോറൻറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് റൂം കാണാം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ എൻട്രി ആയിട്ട് വരുന്നത് ബാത്റൂമാണ്. ഓക്കെ, പിന്നെ കബോർഡ്. ഞാൻ കുറച്ച് തുണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കൊണ്ടുവന്നതൊക്കെ. ഷൂസ് പപ്പ. പിന്നെ നമ്മൾ മിറർ, പപ്പ. അതിതെന്താ ചെയ്യുന്നേ? ദിദുവിൻ്റെ പേര് എഴുതിയതാ. DWITHIKGTK. ഇതെന്താണ്? പ്രീ മാത്രമേ ഉള്ളൂ. യെസ്, ഇത് അപ്പ. ഇത് പി ആക്ക് പപ്പ. ഓക്കെ. പിന്നെ നമ്മളെ ബെഡ്. ഇതാണ് കേട്ടോ ബെഡ് വരുന്നേ. നമുക്ക് ഹാൻഡ് ലഗേജ് എടുക്കാൻ പാടുള്ളായിരുന്നു. അതുകൊണ്ട് 3 ബാഗ് എടുത്തിട്ടുണ്ട്. 3 പേർക്കും 10 kg അങ്ങനെ വരും പെർ പേഴ്സൺ. 10 ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ തന്നെ പൊന്തിച്ച് നടക്കണ്ടേ. ഇനി പ്രശ്നമില്ല. എയർപോർട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നല്ല വെതറ് പുറത്ത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോകാൻ വന്ന ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ഇത് ഏകദേശം ഇവിടെ നിന്ന് 20 minutes യാത്ര ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതുപോലെ തന്നെ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ഈ കാണുന്നതെല്ലാം ടിബ്ലീസി ടൗൺ ആണ് കേട്ടോ. ഞാൻ വരുന്നതിന് മുന്നേ വിചാരിച്ചത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് പഴയ
ഒരു യൂറോപ്യൻ ടച്ചുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഹലോ, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷനാണ്. ഇത് നിയറസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് കേട്ടോ. ഇവിടെ തണുപ്പുണ്ടോ? നമ്മളിങ്ങനെ ഊതുമ്പോൾ പുക വരുന്നുണ്ട്. എന്ത് സ്നോമാൻ ഇവിടെ അല്ലപ്പാ. നമ്മളിപ്പോൾ പോകുന്നത് ഇതാ അവിടെയാ, കാണുന്നുണ്ടോ? ഇത് നമ്മളെന്തായാലും അങ്ങോട്ട് പോവാട്ടോ. ഇവിടെ കൂടുതൽ ടൂറിസ്റ്റ് എന്നെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല തണുപ്പാണ്. ഞാൻ ഇതിന് മേലെ പഫ് ടൈപ്പ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ക്യാമറയൊക്കെ മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നി. എന്തായാലും പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ സ്വെറ്ററും കാര്യങ്ങളെല്ലാം ഇടുമ്പോൾ ഒരു സുഖമില്ല തണുപ്പ്. നമ്മളെ ഗൈഡ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എത്ര പില്ലറുണ്ട് കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് പറയാം എന്തായാലും. അപ്പോൾ നമ്മൾ ഗൈഡ് ഇതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ കേട്ടോ. സോ ഇത് ബേസിക്കലി 16 പില്ലേഴ്സ് ആണ്, 30 to 35 മീറ്റർ ഹൈറ്റിൽ വരുന്നത്. ആൻഡ് ഇതിൽ മെയിനായിട്ട് 3 സെക്ഷൻസ് ഉണ്ട്. ആൻഡ് മേളിലത്തെ സെക്ഷൻ ഇസ് ലൈക്ക് അവരുടെ കിങ്സ്, ക്വീൻസ് ആൻഡ് സൂപ്പർ ഹീറോസിൻ്റെ ഓരോ മെയിൻ ഹൈലൈറ്റഡ് സ്റ്റോറീസ് ആണ് അവർ കാവ് ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് നടുക്കത്തെ വലിയ സെക്ഷൻ ഇസ് ഈ ഓരോ കിങ്സ്, ക്വീൻസ് ആൻഡ് സൂപ്പർ ഹീറോസിൻ്റെ കാവിങ്സ്. അതാണ് ഈ മിഡിൽ സെക്ഷൻ. ആൻഡ് കുറച്ചും കൂടി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് താഴെ ഒരു സെക്ഷനും കൂടി കാണാൻ പറ്റും. ആൻഡ് ആ താഴത്തെ സെക്ഷനിലാണ് ഈ ബിബ്ലിക്കൽ സ്റ്റോറീസ്, ബൈബിളിലുള്ള ഓരോ ഈവൻറ്റ്സ്, മേജർ ഈവൻറ്റ്സ് അവർ കാവ് ചെയ്ത് വെച്ചേക്കുന്നത്. ആക്ച്വലി ഇത് 16 പില്ലേഴ്സ് എന്നാണ്. എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കാം അല്ലേ. വ്യൂ കണ്ടോ മൊത്തം ജോർജിയ. ഇത് ടിബ്ലിസി ആണ് കേട്ടോ സ്ഥലം. എല്ലാം കണ്ട എത്ര ബിൽഡിങ്സാ അല്ലേ. നല്ല മഞ്ഞുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കയറാം. ഇതുണ്ടോ ദീപു, പേപ്പറാന്ന് പറയുന്നുണ്ട്. എന്താ എഴുതിയ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. കയറാം. ഇത് ഒറ്റയ്ക്ക് സ്റ്റെപ്പ് ഉണ്ട്. എന്താ ഇത് ഉള്ളിൽ 2 ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് തേർമൽ ക്ലോത്ത്, അതുപോലെ തന്നെ ഒരു ഹുഡീസും സെറ്റ് വരുന്നത്. അതിൻ്റെ മേലെയാണ് വിൻ്റർ ക്ലോത്ത് ഇതിട്ട് പഫ് ജാക്കറ്റ്. ആളെ ഫുൾ കവറാക്കിയിട്ടുണ്ട്. ഇത്ര തണുപ്പുണ്ടാവും. ഞാൻ ജാക്കറ്റ് ഇടണ്ടെന്ന് വെച്ചതാണ്, പക്ഷേ തണുപ്പുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നതിനേക്കാളും മഞ്ഞത്ത് പോകുമ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നടക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ സ്റ്റെപ്സൊക്കെ കയറി എൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞതിൻ്റെ ഭംഗി ഇപ്പോഴാട്ടോ അറിയുന്നത്. ഈ 16 പില്ലേഴ്സിൻ്റെ 4 ഭാഗത്ത് അവർ കാർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 30 to 35 മീറ്റേഴ്സാണ് ടോള് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഞാൻ വിചാരിച്ച ഫുള്ള് കല്ല് കൊണ്ട് ഉണ്ടാക്കിയതെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ മെറ്റലായി തോന്നി. പിന്നീട് അറിഞ്ഞത് ഇത് സ്റ്റോൺ, കോപ്പർ, ബ്രോൺസ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാട്ടോ ഒക്കെ അതിൻ്റെതായ ഒരു ഫിനിഷിങ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർവിങ് ഹൈലി അവർ സിംബലൈസ് ചെയ്യുന്നത് ജോർജിയൻ കൾച്ചർ, ഹിസ്റ്ററി, റിലീജിയൻ ഇതൊക്കെയാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് വരുന്ന മൗണ്ടെയിൻസിന്റെ മേലെയല്ലേ, അതുകൊണ്ട് മേലെ കയറുമ്പോൾ നമുക്ക് തണുപ്പ് കുറച്ചും കൂടി നല്ല ഫീലാണ് കേട്ടോ. ഇപ്പം എത്ര ഡിഗ്രിയാണെന്നറിയോ സൂചേട്ടന്? നമ്മളെ താഴെ 7 ഡിഗ്രിയാണ്. മൈനസ് വരെ ആവുന്നുണ്ട്. ഈ സ്നോ ഇത് കണ്ടോ, ഫുൾ സിറ്റി അല്ലേ സൂചേട്ടാ? ഫുൾ സിറ്റിയാണ്. എന്താ പറയുക, എന്താ ബ്യൂട്ടിഫുൾ അല്ലേ.
ടിബ്ലിസി സിറ്റി ബിൽഡിങ്സ് എല്ലാം ആയിട്ട് ആ മഞ്ഞ് അങ്ങ് വരെ ഉണ്ട്, അങ്ങ് വരെ ബിൽഡിങ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ മഞ്ഞ് കൊണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. കുറച്ച് സൂം ചെയ്ത് കാണിച്ചേട്ടാ. ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഈ സൂമൊക്കെ ചെയ്യിച്ചിരി പണി കണ്ടില്ലേ. 5 വെച്ചിട്ടുള്ള കുട്ടി 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 ബിൽഡിങ്സ്. 3 1 6 6-ലാകുമ്പോൾ ഞങ്ങൾക്ക് വൈഡായിട്ട് കുറച്ച് കാണാം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ പരമാവധി നമുക്ക് ഈ 3 to 4 ഡേയ്സിൽ കവറാക്കണം. 3 ഡേയ്സാണ് കേട്ടോ വരുന്നത്. സൂപ്പറല്ലേ. അപ്പം നമ്മളവിടെ താഴേന്ന് കയറിയുണ്ട്. തണുപ്പ് ഫീലാണ്ട്. എത്ര ഡിഗ്രിയാണെന്ന് നോക്കിയിട്ട് പറഞ്ഞേരെ. സൂപ്പറാണ്. ശരിക്കും ഹാപ്പിയാണ് കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ പുക പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ അറിയുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഇതൊക്കെ. അതുകൊണ്ട് ഭയങ്കര സൂപ്പറായിട്ട്. ഇതുമോള് പപ്പ ഫോട്ടോഗ്രാഫി. ഓക്കെ. അപ്പം എന്താ എത്ര ഡിഗ്രി അറിഞ്ഞാ? 5 ഡിഗ്രി. 5 ആണ്. -1 എങ്ങനെ ഇരിക്കും. മൈനസിലെല്ലാം എത്തിയാൽ ഈ ഒരു നമ്മൾ ഇങ്ങനെ ജാക്കറ്റും കാര്യങ്ങളും ഇട്ടുകൊണ്ട് ഭയങ്കര ഫീലാകുന്നില്ല. ഈ ഫേസിലാണ് കാറ്റുണ്ടല്ലോ, കാറ്റ് കൊണ്ടാൽ നമുക്ക് തണുപ്പ് കൂടുതൽ ഫീലാകും. കാറ്റടിക്കുമ്പോൾ നമുക്ക് ഈ തണുത്ത കാറ്റ് ഇങ്ങനെ അറിയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കാറ്റടിക്കുന്നുണ്ട്. ലേക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നില്ലേ ഇത് വന്നിട്ട് ടിബ്ലിസി സീ എന്ന് പറയും. ഇതൊരു വലിയ ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഇവിടെ നമുക്ക് സമ്മർ സമയത്ത് സ്വിമ്മിങ്, പെഡൽ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഏകദേശം ഒരു 20 മിനിറ്റ്സ് അങ്ങനെ വരുന്നുള്ളൂ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈ പറഞ്ഞ പോലെ സമ്മറിലാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്കിതിങ്ങനെ ഇതിലൂട്ടൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പരമാവധി ഇവിടുത്തെ വീഡിയോസ് ഞാൻ കവറും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം നമുക്ക് പോവാ. ജിതു ഹാപ്പി ആണോ? തണുപ്പ് ഇഷ്ടപ്പെട്ടോ? ഇവിടെ നോക്കിയേ, തണുപ്പ് എങ്ങനെയുണ്ട്? നല്ല ഉണ്ടാ? ഓക്കെ, സന്തോഷായോ? ഓക്കെ ഓക്കെ, എന്നാൽ ശരി, നമുക്കിനി പോവാ, താഴെ പോവാ. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ, എന്നിട്ട് താഴെ പോവാം. അടുത്ത ഡെസ്റ്റിനേഷൻ ഞാൻ എത്തുമ്പോൾ പറയാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. അതുവരെ ബൈ.